നമ്മളിപ്പം പണ്ട് മുതലേ തുടങ്ങി പിച്ച വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പിച്ച വെക്കാനും ഒരുപാട് പേര് ഉണ്ടായിരുന്നു. വീഴുമ്പോൾ ഒന്നിച്ച് വീഴാനും, തളരുമ്പോൾ ഒന്നിച്ചിരിക്കാനും, കഥക്കുമ്പോൾ ഒന്നിച്ച് കഥക്കാനും ഒക്കെ പണ്ട് മുതലേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു മധുരം കൊടുക്കണം, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഷെഫീക്ക് വീട് കിട്ടുന്നതും. അപ്പോൾ ഷെഫീക്ക് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ വിജയം എൻ്റെ കൂടെ നിൽക്കുന്ന പണ്ട് മുതലേ വലിയ ആൾക്കാരുടെ മുഖത്ത് എനിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന പുഞ്ചിരിയില്ലേ, അപ്പോൾ അതിലൂടെ ഞാൻ അതിനെ ആത്മസംതൃപ്തി അണിയുന്നത്. ആകാശേ, ആദ്യം എന്നെ വിളിക്കുന്ന കോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് ഇത്രയും നാൾക്ക് ശേഷം നമുക്കത് ഷെഫീക്കിൽ ഒന്നിക്കാൻ പറ്റിയത്. എന്നിട്ടും അതിൻ്റെ ഒരു വലിയ വിജയം നമ്മൾ ഒരുപാട് സന്തോഷമാണ്. തീർച്ചയായും ശരിക്കും നമ്മൾ സന്തോഷിച്ചു. ആകാശനോട് ചോദിക്കും, നമുക്കിതിൻ്റെ രണ്ടാം ഭാഗം ചെയ്യണോ അതോ വേറൊരു ഇതിലേക്ക് പോകണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, വേണ്ട, ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. അതെ അതെ അല്ല, എന്താ സ്വയം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയത്തില്ല, പറയുന്നതല്ല, ഇതിങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അതെ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ ഒരു ചോദ്യം, ഷെഫീക്കിന് രണ്ടാം ഭാഗം ഉണ്ടോ? ഷെഫീക്കിന്റെ രണ്ടാം ഭാഗവും ആകാശേ, കുറേ നാളുകൾക്ക് ശേഷം, ഷെഫീക്കിന് ശേഷം അങ്ങനെ വേണം പറയാനായിട്ട്, നമ്മൾ വീണ്ടും സക്കറാത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം കുറേ വർഷങ്ങളുടെ ഒരു കഥയുണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ഫിലിം ആദ്യം എന്നെ വിളിക്കുന്ന കോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് ഇത്രയും നാൾക്ക് ശേഷം നമുക്കത് ഷെഫീക്കിൽ ഒന്നിക്കാൻ പറ്റിയത്. എന്നിട്ടും അതിൻ്റെ ഒരു വലിയ വിജയം നമ്മൾ ഒരുപാട് സന്തോഷമാക്കി. തീർച്ചയായും ശരിക്കും നമ്മൾ സന്തോഷിച്ചു. നമ്മൾ എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ സക്രാത്തിലെത്തി നിൽക്കുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു സൈഡിൽ നിന്നുണ്ടായ ഒരു വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സൈഡെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ അകത്തുള്ള എല്ലാ സൈഡും വിജയമായിരുന്നു. അതായത് ഇത് ടെക്നിക്കൽ വിഭാഗം തൊട്ട് ഇങ്ങേറ്റം വരെ ഷെഫീക്ക് വിജയമാണ്. അതെ, അത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇതെല്ലാം എങ്ങനെ കാണുന്നത്? അതിന് ഇപ്പോൾ നമ്മളിപ്പം പണ്ട് മുതലേ തുടങ്ങി പിച്ച വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പിച്ച വെക്കാനും ഒരുപാട് പേര് ഉണ്ടായിരുന്നു. വീഴുമ്പോൾ ഒന്നിച്ച് വീഴാനും, തളരുമ്പോൾ ഒന്നിച്ചിരിക്കാനും, കഥക്കുമ്പോൾ ഒന്നിച്ച് കഥക്കാനും ഒക്കെ പണ്ട് മുതലേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു മധുരം കൊടുക്കണം, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം അവർ വിജയത്തിൻ്റെ ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം പരാജയത്തിൻ്റെ കയ്പ് മാത്രമേ അവർ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നൊരു ത്വര എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഷെഫീക്ക് വീട് കിട്ടുന്നതും. അപ്പോൾ ഷെഫീക്ക് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ വിജയം എൻ്റെ കൂടെ നിൽക്കുന്ന പണ്ട് മുതലേ വലിയ ആൾക്കാരുടെ മുഖത്ത് എനിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന പുഞ്ചിരിയില്ലേ, അപ്പോൾ അതിലൂടെ ഞാൻ അതിനെ ആത്മസംതൃപ്തി അണിയുന്നത്. അതെ, തീർച്ചയായിട്ടും. പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളെ ഷെഫീക്കിനെ സ്വീകരിച്ച ആൾക്കാരുടെ ഇടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? ഷെഫീക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും മുഹബത്ത് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഷെഫീക്ക് കുറച്ചും കൂടി ആൾക്കാരുടെ ഇടയിലേക്ക് എത്താൻ കാരണം പാട്ട് തന്നെയാണ് എന്നാണ് എനിക്കൊരു വിശ്വാസം തോന്നുന്നത്. ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് വല്ലാണ്ട് അങ്ങ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ പറയും, ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോൾ ഈ പാട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. ഇപ്പം അതേപോലെ തന്നെ പറയാം, ജൂപ്പിറ്റർ ഒന്നിക്കോ. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കേൾക്കും. ഈ അജ്മലും ജൂപ്പിറ്ററും ഒക്കെ എൻ്റേതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിൻ്റെ മാത്രമായിരുന്നു അഹങ്കാരത്തോടെ നിൽക്കുന്ന സമയത്ത് ഇവരെ നാട്ടുകാർ മൊത്തം ഏറ്റെടുക്കുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പറ്റുന്നുണ്ട്. അപ്പോൾ അജ്മലും സൂര്യയും ജൂപ്പിറ്ററും എല്ലാവരും അവരെയും കൂടി ആവുമെന്ന് പറയുന്നത് കുറച്ചുകൂടി സന്തോഷം തോന്നുന്നു. ആ ഒരു വിജയവും അല്ലെങ്കിൽ ഷെഫീക്കിൻ്റെ ആ ഒരു വലിയ വിജയം അല്ലെങ്കിൽ ആ ഒരു സംഭവം സക്രാത്തിനെ ബാധിച്ചിട്ടുണ്ടോ? സക്രാത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഞാൻ ഷെഫീഖിന്റെ ആ ഒരു വലിയ സ്വീകാര്യത എത്രത്തോളം ചലഞ്ചിങ് ആയിട്ട് തോന്നി, അങ്ങനെ ചോദിക്കട്ടെ. ചലഞ്ചിങ് ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിജയത്തിന്റെ പാതയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഷെഫീഖിന്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ആ ഒരു ടീമിനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോവാം. പക്ഷെ അവിടെ നിന്നൊരു ചാട്ടം വേണം. അതെ, അപ്പോൾ കാരണം ഇതിൽ കുറയാനും പാടില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പം ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതിനൊരു എക്സ്പെക്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ട്രീറ്റ്മെന്റുകൾ മാറും. അപ്പം ക്വാളിറ്റി ബേസ് നമ്മൾ എപ്പോഴും എന്താണ് അത് ആ ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ബേസിൽ തന്നെ നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലാണെങ്കിലും ഇപ്പം പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, ഇപ്പോൾ സക്രാത്ത് പോലത്തെ ഒരു ഫ്ലേവർ ആൾക്കാർ അത് എടുക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും. അത് എത്രത്തോളം ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും എന്നൊന്നും നമുക്കല്ല. കാരണം നമ്മൾ ഷെഫീഖ് എന്ന ജോണറിനെയും കാട്ടിയും വേറൊരു ജോണർ ചിന്തിക്കുക, അതിലേക്ക് പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? ഷെഫീഖിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. എനിക്ക് തോന്നുന്നു ഷെഫീഖ് ഇറങ്ങിക്കഴിഞ്ഞു, പാട്ട് അവസാനം നമ്മൾ പാട്ട് വെച്ചപ്പോൾ എല്ലാവർക്കും ആ ഒരു 4 വരി അങ്ങ് തറച്ചു കയറി. അപ്പം പറഞ്ഞ പോലെ ഇതിന്റെ ഫുൾ സോങ് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ, എനിക്കാണെങ്കിലും അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് നമുക്ക് പാട്ടില്ല, നമ്മളെ പാട്ടില്ല. അപ്പൊ പാട്ട് വരും എന്നോ നാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സാധനം നമുക്ക് പാട്ടിന്റെ ഫുൾ വേർഷൻ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇറക്കിയ സാധനം. അപ്പം ഇതൊന്ന് ഹിറ്റായി നല്ല രീതിയിൽ പോകുന്നു, എന്നാൽ പാട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഡിമാൻഡ് ചെയ്ത് ആകാശനോട് ചോദിക്കും, നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം ചെയ്യണോ അതോ വേറൊരു ഇതിലേക്ക് പോകണം എന്നുള്ള ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് വേണ്ട, ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. എന്താ പാട്ട് നന്നാവുമ്പോ എന്താ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയത്തില്ല, പറയുന്ന പോലെ ഇതിങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ആകാശിന്റെ വ്യൂവിൽ എന്തായിരുന്നു അഭിപ്രായം, ആഗ്രഹം എന്തായിരുന്നു? എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് നിർത്തിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സുഹറ, അജ്മൽ, ജൂപ്പിറ്റർ ഇവരൊക്കെ ഒരു സോൾ എവിടെയോ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു എന്ന് വെച്ചാൽ അത് കണ്ട് നമുക്കത് അങ്ങോട്ട് തീരാൻ തോന്നില്ല. പെട്ടെന്ന് ആ സ്റ്റോറി വിട്ടിട്ട് ഇതിലോട്ട് പോകാനും തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോ സക്കറാത്തിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് ഷെഫീഖ് അവിടെ കിടക്കുന്നത് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ മികച്ചത് ഇതാക്കുകയും വേണം. എല്ലാം കൊണ്ടും സെയിം ടീമുമാണ്, എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. കാരണം ഞാൻ കുറേ ഭാഗത്തൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട്. കാരണം ഷോട്ടുകൾ വെക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ പേസ് വെച്ച്, കാരണം വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും കുറച്ച് അനൂപിക്കും കൂടി അങ്ങ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ അങ്ങ് എൻ്റെ ഭാഗം സേഫ് ആക്കി. ശ്യാമേട്ട അത് കുറച്ചൊന്ന് പതുക്കെ വെച്ചോ, കാരണം അനൂപിക്ക് ഒരു പണി കൊടുക്കാം. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഞാനും ശ്യാമേട്ടനാണെങ്കിൽ ചില ഷോട്ട്സ് ഒക്കെ അങ്ങനെ ഒന്ന് വെച്ചു. ഇപ്പോൾ കട്ട്സിലൊക്കെ ആണെങ്കിലും അധികം ഒന്ന് ഇഴക്കി വെച്ചു. ബ്രോനും കൂടി അനൂപിനും കൂടി വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസും കൂടി അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പേടികളൊക്കെ ഇപ്പോൾ ഷെഫീഖ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സക്രാത്തിലേക്ക് എത്തുമ്പോൾ സ്വീകാര്യത നമ്മളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണോ കിട്ടുന്നത്? നമ്മൾ ഷെഫീഖിനെ കണ്ടൊരു വലിയൊരു ശതമാനം പ്രേക്ഷകർ സക്രാത്തിനെ പ്രതീക്ഷിക്കും നല്ല രീതിയിൽ. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ് അവരത്രത്തോളം സ്വീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ സക്രാത്തിനെ പ്രതീക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരോട് എന്താണ് കറക്റ്റായിട്ട് പറയാനുള്ളത്? ഇപ്പം ടീസർ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് അത്യാവശ്യം അവിടെ നിന്ന് നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ചില ആൾക്കാർ നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പം വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഒപ്പിയെടുക്കാത്ത ചില അനുഭൂതികളൊക്കെ അവർ പങ്കുവെക്കുമ്പം അതും കേട്ട് ആസ്വദിക്കുമ്പോൾ വലിയ കാര്യം. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്ത് അവരാണല്ലോ നമ്മൾ മെയിൻ. ഒരു ഫെസ്റ്റിവലിൻ്റെ കോംബോ ഒക്കെ ചേർന്നിട്ടാണ് ഇത് നമ്മൾ ഒരുക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഒരു 20 മിനിറ്റിൻ്റെ സാധനം ഫെസ്റ്റിവൽ പോവുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്കൊരു 4 മിനിറ്റോളം കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 16 മിനിറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഒരു 4 മിനിറ്റിൻ്റെ ഡ്യൂറേഷൻ എന്തായാലും നമുക്ക് യൂട്യൂബിൻ്റെ ഓഡിയൻസിന് കൊടുക്കാറുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സക്രാത്തിൻ്റെ ഫുൾ വേർഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫെസ്റ്റിവൽ അയക്കുമ്പോൾ അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന പ്രിവ്യൂ ഷോയിൽ കണ്ടാൽ മാത്രമേ സക്രാത്തിൻ്റെ ഫുൾ വേർഷൻ കാണും. യൂട്യൂബിൽ നമ്മൾ എന്തായാലും ഒരു 4 മിനിറ്റിനോളം കട്ട് ചെയ്തിട്ടൊക്കെ വരും. അപ്പോൾ അതും കൂടി നമ്മൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ ഒരു ചോദ്യം, ഷെഫീഖിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടോ? ഷെഫീഖിൻ്റെ രണ്ടാം ഭാഗവും അത് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന ജൂപ്പിറ്ററൊക്കെ വലുതായിട്ടുള്ള ഇതായിരിക്കും അതോ? ഷെഫീഖിൻ്റെ രണ്ടാം ഭാഗം മനസ്സിലുണ്ട്. പരിപാടി മൊത്തം
പരിപാടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് അവിടെ ഇല്ല, നമ്മൾ തലശ്ശേരി തന്നെ. ഇപ്പം നമ്മൾ ഷെഫീക്ക് ഷൂട്ട് ചെയ്ത് ഒരു സ്കൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തലശ്ശേരി തന്നെ ഒരു 4 സ്കൂളിൻ്റെയും കൂടി ഒരു വേണം. അപ്പം സ്കൂളുകാരൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു വലിയ സ്കെയിലിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ പ്രൊഡ്യൂസറൊക്കെ ഇപ്പം തന്നെ ഭയങ്കര സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇനിയിപ്പം അറിയില്ല.